അമീന ഡ്രസ്സെല്ലാം മാറി താഴേക്ക് വന്നപ്പോഴേക്കും ഉമ്മച്ചി റെഡിയായി നിന്നിട്ടുണ്ടായിരുന്നു. അവരൊരുമിച്ച് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു. അവിടെ എത്തിയപ്പോൾ എല്ലാവരും സ്നേഹത്തോടെയാണ് അവരെ വരവേറ്റത്. ഉപ്പയും ഉമ്മയും അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു. ഒരുപാട് നേരം അവരോടെല്ലാം സംസാരിച്ചിരുന്നതിന് ശേഷം അമീന പതുക്കെ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, അഫ്സലും ഫസിക്കയും എവിടെ? അവരെ താഴെയെങ്ങും കണ്ടില്ലല്ലോ. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു മോളെ. അഫ്സലിന് എന്തോ ചെറിയൊരു വേദന ഉണ്ട് പറഞ്ഞപ്പോൾ അവൾ അവനക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടി മുകളിലേക്ക് പോയതാ. നീ അങ്ങോട്ടൊന്ന് ചെന്ന് നോക്ക്. ഉമ്മ പറഞ്ഞതും അമീന പതുക്കെ മുകളിലെ മുറിയിലേക്ക് കയറിപ്പോയി. അമീന മുകളിൽ മുറിയിലെത്തിയപ്പോൾ അവിടെ ഫസി ഉണ്ടായിരുന്നില്ല. അവൾ ബാത്റൂമിലായിരുന്നു. എന്നാൽ അഫ്സൽ മുറിയോട് ചേർന്നുള്ള ആ ബാൽക്കണിയിൽ ദൂരേക്ക് നോക്കി നിൽപ്പുണ്ടായിരുന്നു. അവനെ കണ്ടതും അമീനയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അവൾ വിറക്കുന്ന ശബ്ദത്തോടെ ഇക്കാക്ക എന്ന് പതുക്കെ വിളിച്ചു. അഫ്സൽ പെട്ടെന്ന് തിരിഞ്ഞ് അവളെ നോക്കി. ആ വിളിയിൽ തന്നെ ഉണ്ടായിരുന്നു അവളുടെ പശ്ചാത്താപം മുഴുവൻ. അമീന അവൻ്റെ അരികിലേക്ക് നടന്നു ചെന്ന് തല താഴ്ത്തി വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ചോദിച്ചു, ഇക്കാക്ക, എന്നോട് ക്ഷമിക്കില്ലേ നിങ്ങൾ? അവൾ പറഞ്ഞു തീർക്കുന്നതിന് മുൻപ് തന്നെ അഫ്സൽ അവളെ വലിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് മുറുകെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പതുക്കെ പറഞ്ഞു, നീ എന്നെക്കുറിച്ച് അങ്ങനെയാണോടി വിചാരിച്ചിരിക്കുന്നത്? സ്വന്തം ഇക്കാക്ക നിനക്ക് എന്തായാലും പുറത്തു തരില്ല എന്നാണോ നീ കരുതിയത്? അവൻ അവളെ ഒന്നുകൂടി തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അഫ്സലിൻ്റെ ആ കരുതൽ അറിഞ്ഞതും അമീനയുടെ നിയന്ത്രണം പൂർണ്ണമായി വിട്ടു. അവൾ തൻ്റെ മനസ്സിലെ എല്ലാ സങ്കടങ്ങളും തെറ്റുകളും പറഞ്ഞ് അവൻ്റെ നെഞ്ചിൽ കിടന്ന് ഒരുപാട് നേരം വിങ്ങിപ്പൊട്ടി കരഞ്ഞു. അമീന അങ്ങനെ കിടന്ന് കരയുന്നത് അഫ്സലിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. കാരണം അഫ്സലിന് അർഷിയേക്കാൾ ഒരു പടി കൂടുതൽ ഇഷ്ടവും വാത്സല്യവും അമീനോടായിരുന്നു. അർഷിയും അമീനയും തമ്മിൽ വെറും 2 വയസ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പണ്ട് അർഷി ജനിച്ചതിന് ശേഷം അമീനയ്ക്ക് അമ്മയുടെ ശ്രദ്ധ കുറഞ്ഞു പോയെന്ന് തോന്നി ഒറ്റപ്പെടാതിരിക്കാൻ അവൾക്ക് ഒരു കുറവും വരാതെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ഈ ഇക്കാക്കയായിരുന്നു. രാത്രി അർഷിയെ ഉമ്മ നോക്കുമ്പോൾ അമീനയ്ക്ക് താൻ തനിച്ചാണെന്ന തോന്നൽ ഉണ്ടാകാതിരിക്കാൻ സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിച്ചായിരുന്നു അഫ്സൽ അവളെ ഉറക്കിയിരുന്നത്. തൻ്റെ ജീവൻ്റെ പകുതിയായ ആ അനിയത്തിക്കുട്ടിയാണ് ഇത്രയും ദിവസം തന്നോട് മിണ്ടാതിരുന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അമീന ഫസിയോട് ചെയ്ത തെറ്റുകൾ മാനസികമായി ഏറ്റവും കൂടുതൽ തളർത്തിയത് അഫ്സലിനെയായിരുന്നു. എന്നാൽ ഇന്ന് അവൾ സ്വന്തം തെറ്റുകളെല്ലാം മനസ്സിലാക്കി തൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും അവൻ തന്നെയായിരുന്നു. അവൾ തിരികെ വന്ന സന്തോഷത്തിൽ അഫ്സലിൻ്റെ കണ്ണുകളിൽ നിന്നും ഈറനണിഞ്ഞു. അഫ്സലിൻ്റെ നെഞ്ചിൽ കിടന്ന് അമീന കരയുന്ന ആ കാഴ്ച കണ്ടുകൊണ്ടാണ് ഫസി ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് വന്നത്. അവൾ അവരെ നോക്കി സ്നേഹത്തോടെയും ആശ്വാസത്തോടെയും ഒന്ന് പുഞ്ചിരിച്ചു. ഫസിയുടെ ആ നിഷ്കളങ്കമായ പുഞ്ചിരി കണ്ടതും അമീനയുടെ ഉള്ളിൽ താൻ അവളോട് ചെയ്ത ക്രൂരതകളെല്ലാം ഓരോന്നായി ഓർമ്മ വന്നു. പശ്ചാത്താപം മൂത്ത അവൾ പെട്ടെന്ന് അഫ്സലിൻ്റെ നെഞ്ചിൽ നിന്നും മാറി ഓടിച്ചെന്ന് ഫസിയുടെ കൈകളിൽ പിടിച്ച് വീണ്ടും പൊട്ടിക്കരഞ്ഞു. അമീന വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പറഞ്ഞു, ഫസി, ഞാൻ വെറും ഒരു പാപിയാണെടി. ഒരു പെണ്ണിൻ്റെ വേദന തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. നീ എന്നോട് ക്ഷമിക്കില്ലേ ഫസി? അത് കേട്ടതും ഫസി അമീനയെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് അവളുടെ മുഖത്തെ കണ്ണീരെല്ലാം കൈകൾ കൊണ്ട് പതുക്കെ തുടച്ചു കൊടുത്തു. എന്നിട്ട് സ്നേഹത്തോടെ പറഞ്ഞു, അതൊക്കെ അപ്പോഴേ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ അമീനത്തെ. നിങ്ങളുടെ തെറ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി അതോർത്ത് കരയണ്ടാട്ടോ. മതി, ഇനി വേഗം പോയി മുഖക്കൊന്ന് കഴുകിയിട്ട് വന്നേ. അങ്ങനെ അവർക്കിടയിലുണ്ടായിരുന്ന എല്ലാ തെറ്റിദ്ധാരണകളും പിണക്കങ്ങളും അവിടെ അവസാനിച്ചു. അവർ 3 പേരും ഒരുമിച്ചിരുന്ന് വലിയ സന്തോഷത്തോടെ ആ ബാൽക്കണിയിൽ നിന്നു. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അമീനയുടെ ഹൃദയത്തിൽ നിന്നും വലിയൊരു ഭാരം ഒഴിഞ്ഞതുപോയ പോലെ അവൾക്ക് തോന്നി. അവളുടെ മുഖത്ത് നാളുകൾക്ക് ശേഷം നല്ലൊരു ചിരി തിരിച്ചു വന്നു. അവർ 3 പേരും ചിരിച്ച് സംസാരിച്ചു നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് അർഷി വരുന്നത്. അവിടെ നടക്കുന്ന രംഗങ്ങളെല്ലാം കണ്ട് അവൾ പതിവ് പോലെ ചുണ്ടു പിളർത്തി കുസൃതിയോടെ പറഞ്ഞു, ഓ, ഇപ്പം നിങ്ങളൊക്കെ ഒന്നായല്ലേ? ഈ പാവ എന്നെ ഇനി ആർക്കും വേണ്ടല്ലോ. നടക്കട്ടെ നടക്കട്ടെ. അവളുടെ ആ കുശുമ്പ് പറച്ചിൽ കേട്ടതും അഫ്സൽ കള്ളച്ചിരിയോടെ പറഞ്ഞു, നീ ഒന്ന് നിൽക്ക് അർഷി, ഇങ്ങോട്ടൊന്ന് വന്നേ. ഞാൻ നിന്നെ എൻ്റെ കൈ കിട്ടാൻ കാത്തിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് ആഞ്ഞതും അർഷി അയ്യോ എന്ന് വിളിച്ച് വേഗം അവിടെ നിന്നും താഴേക്കോടി. അവളുടെ ആ ഓട്ടം കണ്ട് ഫസിയും അമീനയും പൊട്ടിച്ചിരിച്ചു. അഫ്സലിൻ്റെ മുഖത്തും വലിയൊരു ചിരി വിരിഞ്ഞു. മുകളിൽ നിന്നും അഫ്സലും ഫസിയും അമീനയും ഒന്നിച്ച് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ താഴേക്ക് ഇറങ്ങി വരുന്നത് താഴെ ഹാളിലിരുന്ന് 2 ഉമ്മമാരും ഉപ്പമാരും സന്തോഷത്തോടെ നോക്കിയിരിക്കുകയായിരുന്നു. മക്കൾ തമ്മിലുള്ള പിണക്കങ്ങളെല്ലാം മാറി അവർ വീണ്ടും ഒന്നായ ആ കാഴ്ച കണ്ടപ്പോൾ മാതാപിതാക്കളുടെ മനസ്സിലുണ്ടായ സന്തോഷം വിവരിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അവരുടെ കണ്ണുകളിൽ ആനന്ദ കണ്ണീർ പൊടിഞ്ഞു. തങ്ങളുടെ കുടുംബത്തിലേക്ക് ആ പഴയ സമാധാനവും സന്തോഷവും തിരികെ വന്നിരിക്കുന്നു എന്ന് അവർ ഉറപ്പിച്ചു. പിണക്കങ്ങളെല്ലാം മാറി എല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടെ ഇരുന്നിട്ടാണ് തിരിച്ചു പോകാൻ റെഡിയായത്. എന്നാൽ വീട്ടിലേക്ക് തിരിക്കാൻ വണ്ടിയിൽ കയറാൻ നേരം അമീനയുടെ ഉള്ളിൽ വീണ്ടും ഒരു കനലെരിയാൻ തുടങ്ങി.
എല്ലാവരുടെയും സ്നേഹം തനിക്ക് തിരിച്ചു കിട്ടിയെങ്കിലും തൻ്റെ ഹാഷിമിക്കയുടെ മനസ്സിലെ ദേഷ്യം മാറിയിട്ടുണ്ടാകുമോ? തനിക്ക് തൻ്റെ ഇക്കാനെ എന്നേക്കുമായി നഷ്ടമാകുമോ എന്നോർത്ത് അവളുടെ മിഴികൾ വീണ്ടും നിറയാൻ തുടങ്ങി. അമീനയുടെ മുഖത്തെ ആ മാറ്റവും പേടിയും കൂടെ ഉണ്ടായിരുന്ന ഉമ്മച്ചി പെട്ടെന്ന് തന്നെ ശ്രദ്ധിച്ചു. ഉമ്മച്ചി അവൾക്ക് ആശ്വാസം എന്നോണം അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. എന്നിട്ട് പേടിക്കണ്ട എന്ന രീതിയിൽ കണ്ണുകൾ പതുക്കെ ചിമ്മിക്കാണിച്ചു. ഉമ്മച്ചിയുടെ ആ ഒരു ചേർത്ത് പിടിക്കലും ആശ്വാസവും കണ്ടതും അമീനയ്ക്ക് വലിയൊരു ധൈര്യം തോന്നി. തനിക്കുണ്ടായ വലിയ സങ്കടത്തിലും അവർ ഉമ്മച്ചിയെ നോക്കി ഒന്ന് പതുക്കെ പുഞ്ചിരിച്ചു. അവർ രണ്ടുപേരും സന്തോഷത്തോടെ അവിടെ നിന്നും ഇറങ്ങി. തിരികെ സ്വന്തം വീട്ടിലെത്തിയപ്പോഴേക്കും നേരം നന്നായി ഇരുട്ടി രാത്രിയായിരുന്നു. അമീന മുറിയിലേക്ക് നടന്നു പോകുമ്പോൾ താഴെ നഫീസ ഉമ്മ മുഖത്ത് വലിയൊരു സന്തോഷം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. തൻ്റെ മരുമകളുടെ മനസ്സിലെ അഹങ്കാരവും ദേഷ്യവും എല്ലാം മാറി അവൾ നല്ലൊരു പെണ്ണായി മാറിയതിനുള്ള ആശ്വാസമായിരുന്നു ആ ഉമ്മയ്ക്ക്. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഹാഷിമും മാളവികയും കൂടി ടൗണിൽ നിന്നും സാധനങ്ങളൊക്കെ വാങ്ങി തിരികെ വന്നത്. അവർ ഹാളിലേക്ക് വന്നതും ഉമ്മച്ചി ഒട്ടും സമയം കളയാതെ അമീനയുടെ വീട്ടിലുണ്ടായ കാര്യങ്ങളും അവർ അഫ്സലിനോടും ഫസിയോടും മാപ്പ് പറഞ്ഞ് ചോദിച്ച് പിണക്കങ്ങളെല്ലാം മാറ്റിയ വിവരങ്ങളൊക്കെ അതീവ സന്തോഷത്തോടെ അവരോട് പറഞ്ഞു കൊടുത്തു. അത് കേട്ടതും ഹാഷിമിൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷമാണ് ഉണ്ടായത്. അവളുടെ ഈ മാറ്റം അവൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. തൻ്റെ അമീന പഴയതുപോലെ നന്മയുള്ളവളായി തിരിച്ചു വന്നു എന്നറിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിലെ ദേഷ്യമെല്ലാം ഒരു മഞ്ഞുതുള്ളി പോലെ അലിഞ്ഞുപോയി. മാളവികയ്ക്കും ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. അവൾ ഹാഷിമിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹാഷിം, ഞാനൊന്ന് മുകളിൽ പോയി അമീനയോട് സംസാരിക്കട്ടെ. ഇത്രയും ദിവസമായിട്ട് അവൾ എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല. ഞാൻ സംസാരിക്കാൻ ചെന്നപ്പോഴൊക്കെ അവൾ എന്നിൽ നിന്നും അകന്ന് മാറി നിൽക്കുക, അവൾ എന്നിൽ നിന്നും ഒഴിഞ്ഞു മാറി പോവുകയായിരുന്നു. പാവം. എന്തായാലും ഞാൻ നാളെ എൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് അവളോടുള്ള ഈ പിണക്കങ്ങളൊക്കെ തീർക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടെയും ആവേശത്തോടെയും മാളവിക പതുക്കെ പടികൾ കയറി മുകളിലെ റൂമിലേക്ക് പോയി. എന്നാൽ മുകളിലത്തെ മാളവിക കണ്ടത് നെഞ്ചു തകർക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. മുറിയുടെ തറയിൽ ബോധമില്ലാതെ വീണു കിടക്കുകയായിരുന്നു അമീന. അയ്യോ അമീന! ഭയം കൊണ്ട് വിറച്ച മാളവികയുടെ ഉച്ചത്തിലുള്ള ആ നിലവിളി കേട്ട് താഴെ നിന്നിരുന്ന ഉമ്മച്ചിയും ഹാഷിമും വല്ലാതെ ഭയന്നുപോയി. അവർ രണ്ടുപേരും ഓടിച്ചെന്ന് മുകളിലെ മുറിയിലേക്ക് കയറി വന്നു. തറയിൽ കിടക്കുന്ന അമീനയെ കണ്ടതും ഹാഷിമിൻ്റെ നെഞ്ചു പിടഞ്ഞു. അമീന, അമീന, കണ്ണു തുറക്കടി! അവൻ അവളുടെ അരികിലിരുന്ന് മുഖത്ത് തട്ടി വിളിച്ചെങ്കിലും അവൾ ഒട്ടും കണ്ണു തുറക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ ശരീരം വല്ലാതെ തണുത്തിട്ടുണ്ടായിരുന്നു. ഹാഷിം ഒട്ടും സമയം കളയാതെ അമീനയെ കൈകളിൽ വാരിയെടുത്ത് വേഗം താഴേക്കിറങ്ങി. വീടിൻ്റെ മുറ്റത്ത് കിടന്ന വണ്ടിയിലേക്ക് അവളെ കിടത്തി കൂടെ കരഞ്ഞുകൊണ്ട് ഉമ്മച്ചിയും മാളവികയും ഒപ്പം കയറി. വണ്ടി വളരെ വേഗത്തിൽ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. വണ്ടി നേരെ ഹോസ്പിറ്റലിൻ്റെ കാഷ്വാലിറ്റിക്ക് മുന്നിലാണ് ചെന്ന് നിന്നത്. ഹാഷിം പെട്ടെന്ന് തന്നെ അമീനയെ കൈകളിൽ കോരിയെടുത്ത് അകത്തേക്ക് ഓടി. നേഴ്സുമാർ ഓടി വന്ന് അവളെ അവിടുത്തെ ബെഡിലേക്ക് കിടത്തി. ഡോക്ടർ വന്ന് വേഗം തന്നെ അമീനയെ പരിശോധിച്ചു. അവളുടെ ശരീരം വല്ലാതെ തളർന്നിരിക്കുന്നത് കണ്ട് ഡോക്ടർ നേഴ്സിനോട് പറഞ്ഞു, പെട്ടെന്ന് തന്നെ അവൾക്കൊരു ട്രിപ്പ് ഇട്ടോളൂ. ഒപ്പം ബ്ലഡ് ടെസ്റ്റും ബാക്കി കുറച്ച് ടെസ്റ്റുകളും ഉടനെ ചെയ്യണം. അമീനയുടെ അരികിൽ കരഞ്ഞു കലങ്ങി കണ്ണുകളോടെ ഉമ്മച്ചിയും മാളവികയും ഇരുന്നു. ട്രിപ്പ് കയറാൻ തുടങ്ങിയതോടെ അമീനയുടെ ശരീരത്തിന് ചെറുതായൊരു അനക്കം വന്നെങ്കിലും അവൾ പൂർണ്ണമായി കണ്ണു തുറന്നിരുന്നില്ല. ടെസ്റ്റുകളുടെ റിസൾട്ട് വരാൻ വേണ്ടി ഹാഷിം നെഞ്ചൊടുപ്പോടെ കാഷ്വാലിറ്റിക്ക് പുറത്തു നിന്നിരുന്നു. തൻ്റെ അമീനയ്ക്ക് ഒന്നും വരുത്തരുതേ എന്ന് അവൻ മനസ്സുരുകി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ലാബിൽ നിന്നും ഒരു നേഴ്സ് വന്ന് ഹാഷിമിനോട് പറഞ്ഞു, റിസൾട്ട് വന്നിട്ടുണ്ട്, അതൊന്ന് വാങ്ങി ഡോക്ടറെ കാണിച്ചോളൂ. ഹാഷിം വേഗം പോയി ആ കവർ വാങ്ങി നേരെ ഡോക്ടറുടെ ക്യാബിനിലേക്ക് നടന്നു. അവൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ റിസൾട്ട് ഡോക്ടറുടെ കയ്യിലേക്ക് കൊടുത്തു. ഡോക്ടർ ആ റിപ്പോർട്ടുകൾ ഓരോന്നായി പരിശോധിച്ച് പെട്ടെന്ന് മുഖത്ത് വലിയൊരു ചെറുപുഞ്ചിരിയോടെ ഹാഷിമിനെ നോക്കി പറഞ്ഞു, കൺഗ്രാറ്റ്സ് ഹാഷിം, ഷീ ഈസ് എ പ്രഗ്നന്റ്. നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. അത് കേട്ടതും ഹാഷിമിൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു വലിയ സന്തോഷം ഇരച്ചു കയറി. തൻ്റെ കാതുകളിൽ അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സന്തോഷം കൊണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഡോക്ടർ ഗൗരവത്തിൽ വീണ്ടും തുടർന്നു, പക്ഷേ ഒരു കാര്യമുണ്ട്, അവളുടെ ബോഡി ഇപ്പോൾ വളരെ വീക്കാണ്. ശരീരത്തിൽ ഒരു തുള്ളി ജലാംശം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ഇയാൾ വീട്ടിലൊന്നും ആഹാരമൊന്നും കഴിക്കാറില്ലേ? വലിയ രീതിയിലുള്ള ക്ഷീണം ശരീരത്തിൽ കാണുന്നുണ്ട്. ഡോക്ടർ റിപ്പോർട്ട് മാറ്റിവെച്ചുകൊണ്ട് പറഞ്ഞു, അതുകൊണ്ട് ഇനി വലിയ രീതിയിലുള്ള റെസ്റ്റും നല്ല ശ്രദ്ധയും അവൾക്ക് ആവശ്യമാണ്. കൃത്യസമയത്ത് ആഹാരവും വെള്ളവും കൊടുക്കണം. പേടിക്കാനൊന്നുമില്ല.
ട്രിപ്പ് കഴിയുന്നതോടെ പെട്ടെന്ന് തന്നെ നോർമലാകും. റൂമിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾക്ക് അവളെ കാണാം. ഡോക്ടറോട് നന്ദി പറഞ്ഞ് ഹാഷിം പുറത്തേക്കിറങ്ങി. അമീനയോടുള്ള എല്ലാ ദേഷ്യവും മാറി. അവളെ ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അവൻ്റെ മനസ്സ് കൊതിച്ചു. ഈ സന്തോഷ വാർത്ത ഉമ്മച്ചിയോടും മാളുവിനോടും പറയാൻ അവൻ കാഷ്വാലിറ്റിയിലേക്ക് ഓടി നടന്നു. ഹാഷിമിൻ്റെ മുഖത്തെ ആ ആകാംക്ഷയും അതിനിടയിൽ വിരിഞ്ഞ ആ വലിയ ചിരിയും കണ്ട് ഉമ്മച്ചിക്ക് ആശ്വാസമായെങ്കിലും ഉമ്മച്ചി അവൻ്റെ അരികിലേക്ക് വന്ന് വേവലാതിയോടെ ചോദിച്ചു, എന്താ മോനെ, എന്താ ഡോക്ടർ പറഞ്ഞത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഹാഷിം ഒന്നും പറയാതെ സന്തോഷം അടക്കാനാവാതെ ഓടിച്ചെന്ന് ഉമ്മച്ചിയെ മുറുകെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ കണ്ണിൽ നിന്നും ആനന്ദ കണ്ണീർ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അവൻ ഉമ്മച്ചിയുടെ കാതിൽ പതുക്കെ മന്ത്രിച്ചു, ഉമ്മ, നമ്മൾ 3 വർഷമായി കാത്തിരുന്ന ആ നിമിഷം ഇതാ വന്നിരിക്കുന്നു. അമീന പ്രഗ്നൻ്റ് ആണുമ്മ. ഞാൻ ഉരുപ്പയാകാൻ പോകുന്നു. അത് കേട്ടത് ഉമ്മച്ചിയുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പി. അവർ അള്ളാഹുവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്തി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വീട്ടിലുണ്ടായിരുന്ന കാർമേഘങ്ങളെല്ലാം ഒഴിഞ്ഞു പോയതുപോലെ ആ ഉമ്മയ്ക്ക് തോന്നി. മാളവികയും കൈകൾ കൊട്ടി വലിയ സന്തോഷത്തോടെ ഹാഷിമിനെ നോക്കി ചിരിച്ചു. അപ്പോഴേക്കും അമീനയെ കാഷ്വാലിറ്റിയിൽ നിന്നും റൂമിലേക്ക് മാറ്റിയിരുന്നു. ഹാഷിം പതുക്കെ റൂമിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ബെഡിൽ ട്രിപ്പിട്ട് ബോധമില്ലാതെ കിടക്കുന്ന അമീനയുടെ അരികിലേക്ക് അവൻ നടന്നു ചെന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ കരച്ചിലും പട്ടിണിയും കാരണം വാടി തളർന്നു പോയ അവളുടെ ആ മുഖം കണ്ടതും ഹാഷിമിൻ്റെ നെഞ്ചു വല്ലാതെ പിടയാൻ തുടങ്ങി. താൻ ദേഷ്യപ്പെട്ട് മാറി നിന്നപ്പോൾ അവൾ ഉള്ളിൽ അനുഭവിച്ച സങ്കടങ്ങൾ മുഴുവൻ ആ മുഖത്ത് കാണാമായിരുന്നു. താൻ കാരണമാണല്ലോ അവൾക്ക് ഈ അവസ്ഥ വന്നതോർത്ത് ഹാഷിമിന് വല്ലാത്തൊരു വിഷമം തോന്നി. എങ്കിലും അവളെ ആ പഴയ അമീനയാക്കി തിരിച്ചു കൊണ്ടുവരണമെന്നാണ് ഒരൊറ്റ ആഗ്രഹമേ അവനിക്കുണ്ടായിരുന്നുള്ളൂ. അവൻ പതുക്കെ അവളുടെ കട്ടിലിൻ്റെ അരികിലിരുന്ന് എന്നിട്ട് അവളുടെ ആ തണുത്ത കൈകളിൽ തൻ്റെ കൈവെള്ളയിലാക്കി മുറുകെ പിടിച്ചു. അവളുടെ നെറ്റിയിൽ പടർന്നു കിടന്ന മുടിയിഴകൾ പതുക്കെ ഒതുക്കി വെച്ചു. അവൾക്ക് ഒട്ടും അസ്വസ്ഥത ഉണ്ടാക്കാത്ത രീതിയിൽ ആ കൈകളിൽ തലോടിക്കൊണ്ട് അവൾ ബോധം തെളിഞ്ഞുണരുന്നതുവരെ കാത്ത് അവൻ അവിടെ തന്നെയിരുന്നു. രാത്രിയായിട്ടും ഫസീലയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അരുൺ ഇന്ന് രാത്രി വീണ്ടും വിളിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് അവൻ വിളിച്ചാൽ എന്ത് മറുപടി പറയണമെന്നോർത്ത് ടെൻഷൻ അടിച്ച് അവൾ വീടിൻ്റെ ഉമ്മറത്ത് വന്നിരിക്കുകയായിരുന്നു. ഷനൂബിൻ്റെ അടുത്ത് നിന്ന് ഒരു തീരുമാനമാകാതെ അരുണിന് വാക്കു കൊടുക്കാനും കഴിയില്ലല്ലോ എന്നവൾ ചിന്തിച്ചു. അപ്പോഴാണ് ഇരുട്ടിലൂടെ ഒരാൾ നടന്ന് വീടിൻ്റെ മുറ്റത്തേക്ക് വന്നത്. അയാളുടെ കയ്യിലൊരു കത്തുണ്ടായിരുന്നു. ഫസീലയുടെ അരികിലേക്ക് വന്ന അയാൾ ചോദിച്ചു, ഇത് ഷനൂബിൻ്റെ വീട്ടിൽ നിന്നും തരാൻ പറഞ്ഞതാ, ഒപ്പിട്ട് വാങ്ങണം. ഫസീല വേഗം ആ കത്ത് വാങ്ങി പൊട്ടിച്ചു. അവൾ വേവലാതിയോടെ ആ കവർ പൊട്ടിച്ചു നോക്കി. അത് മറ്റൊന്നായിരുന്നില്ല, ഷനൂബ് വക്കീൽ വഴി അയച്ച ഡിവോഴ്സ് നോട്ടീസായിരുന്നു. അത് കണ്ടതും ഫസീലയുടെ മുഖത്ത് വലിയൊരു സന്തോഷമാണ് വിരിഞ്ഞത്. സാധാരണ പെണ്ണുങ്ങൾ തകരുന്ന ആ സാഹചര്യത്തിൽ അഹങ്കാരിയായ ഫസീലയ്ക്ക് അത് അരുണിലേക്ക് പോകാനുള്ള വലിയൊരു ലൈസൻസ് ആയിട്ടാണ് തോന്നിയത്. അവൾ ഒട്ടും മടിക്കാതെ ആ നോട്ടീസിൽ ഒപ്പുവെച്ചു. എന്നിട്ട് അകത്തേക്ക് ഓടിച്ചെന്ന് തൻ്റെ ഉമ്മയെ കെട്ടിപ്പിടിച്ചു. ഉമ്മ, ദേ അവൻ ഡിവോഴ്സ് നോട്ടീസ് അയച്ചു. ഞാൻ ഒപ്പിട്ട് കൊടുത്തു. ഇനി എനിക്ക് ആ ഷനൂബിൻ്റെ ശല്യം ഉണ്ടാവില്ല ഉമ്മ. ഷനൂബിൻ്റെ ആ ബന്ധം ഔദ്യോഗികമായി തീർന്നു എന്ന് ഉറപ്പായതോടെ ഫസീല വേഗം തൻ്റെ ഫോൺ എടുത്ത് അരുണിന് മെസ്സേജ് അയച്ചു. എനിക്ക് സമ്മതമാണ്. നാളെ നമുക്ക് എവിടെ വെച്ച് കാണാം? മറുഭാഗത്ത് ഫോണിൽ ഈ മെസ്സേജ് കണ്ടതും ഹണി ട്രാപ്പ് തലവനായ അരുണിൻ്റെ മുഖത്ത് ഒരു പുച്ഛത്തോടെയുള്ള കള്ളച്ചിരി വിരിഞ്ഞു. താൻ വിരിച്ച ആ വലയിൽ ആ പക്ഷി കൃത്യമായി വന്നു വീണിരിക്കുന്നു എന്ന് അയാൾക്ക് മനസ്സിലായി. അരുൺ ഒട്ടും സമയം കളയാതെ തിരിച്ച് മെസ്സേജ് അയച്ചു. ആണോ? എന്നാൽ ശരി, നമുക്ക് നാളെ വൈകുന്നേരം 6 മണിക്ക് ബീച്ചിനടുത്തുള്ള ചെറിയ മിലൻ പാർക്കിൽ വെച്ച് കാണാം. ഞാൻ അവിടെ ഉണ്ടാകും. ആ മെസ്സേജ് വായിച്ചതും ഫസീലയുടെ മനസ്സ് ആകാശത്തോളം ഉയർന്നു. നാളെ അരുണിനെ കാണാൻ ഏത് വസ്ത്രം ധരിക്കണം, എങ്ങനെ ഒരുങ്ങണം എന്ന് സ്വപ്നം കണ്ട് അവൾ ആ രാത്രിയിൽ ഉറങ്ങി. തന്നെ കാത്തിരിക്കുന്നത് വലിയൊരു ചതിയുടെ അഗാധഗർത്തമാണെന്ന് അവൾ അപ്പോഴും അറിഞ്ഞിരുന്നില്ല. മറുഭാഗത്ത് ഫസീല ഡിവോഴ്സ് നോട്ടീസ് കണ്ട് സന്തോഷിക്കുമ്പോൾ ഷനൂബിൻ്റെ വീട്ടിൽ വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു. കത്തുമായി പോയി ആ ആൾ തിരികെ വന്ന് കാര്യം പറഞ്ഞപ്പോൾ ഷനൂബിൻ്റെ നെഞ്ചൊന്ന് വിങ്ങി. അയാൾ ഷനൂബിനോട് പറഞ്ഞു, ഷനൂബേ, ആ കുട്ടി വളരെ ഹാപ്പി ആയിട്ടാണ് ആ കത്ത് വാങ്ങിയതും ഒപ്പിട്ടതും. മുഖത്ത് ഒരു വിഷമവും കണ്ടില്ല. അത് കേട്ടപ്പോൾ ഷനൂബിന് ചെറിയൊരു സങ്കടം തോന്നിയെങ്കിലും അവൾക്ക് തന്നോട് ഒട്ടും സ്നേഹമില്ലായിരുന്നു എന്നുകൂടി ഉറപ്പിച്ചു. അതുകൊണ്ട് അവൻ പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് സങ്കടപ്പെടാൻ നിന്നില്ല. എല്ലാം അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് കരുതി അവൻ സ്വയം ആശ്വസിച്ചു. ആ സമയത്ത് അവിടെ ഷനൂബിൻ്റെ ഉപ്പയുടെ ജ്യേഷ്ഠൻ ഹംസ ഉണ്ടായിരുന്നു. അദ്ദേഹം ഷനൂബിൻ്റെ അവസ്ഥ കണ്ട് റുക്കിയമ്മയോട് പതുക്കെ ഒരു പുതിയ ആലോചനയെക്കുറിച്ച് സംസാരിച്ചു. ഹംസ പറഞ്ഞു, റുക്കിയ, എൻ്റെ വീടിൻ്റെ അടുത്തൊരു കുട്ടിയുണ്ട്.
അതിൻ്റെ ഉപ്പയും ഉമ്മയും പണ്ട് ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു പോയതാ. ഇപ്പോൾ അതിൻ്റെ വല്യമ്മയുടെ കൂടെയാണ് ആ കുട്ടി നിൽക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ള അടക്കോ ഒതുക്കോ ഉള്ള ഒരു പാവം കുട്ടി. പഠിക്കാൻ നല്ല മിടുക്കിയ. പക്ഷെ വല്യമ്മ അതിനെ കൂടുതൽ പഠിപ്പിക്കാതെ വെറും ഒരു അടുക്കളക്കാരിയായി അവിടെ ഇരുത്തിയിരിക്കുകയാണ്. ഞാനൊന്ന് പോയി ആലോചിക്കട്ടെ. നമ്മുടെ ഷനൂബിന് പറ്റിയ കുട്ടിയാണത്. അത് കേട്ടപ്പോൾ റുക്കിയമ്മയുടെ മനസ്സിൽ വലിയൊരു ആശ്വാസവും സമാധാനവും തോന്നി. ഫസീലയെ പോലെ അഹങ്കാരിയായ ഒരുത്തിക്ക് പകരം ഇങ്ങനെ ഒരു പാവം കുട്ടി മരുമകളായി വന്നാൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുമെന്ന് അവർ കരുതി. എന്നാൽ ഷനൂബ അതൊന്നും കേട്ട് ഒരക്ഷരം പോലും മിണ്ടിയില്ല. ഒരു വിവാഹബന്ധം തകർന്നതിൻ്റെ ആ വിഷമത്തിൽ അവൻ പതുക്കെ അവിടെ നിന്നും എഴുന്നേറ്റ് തൻ്റെ മുറിയിലേക്ക് നടന്നുപോയി.